ഹായ്, ഫാർമർ സുനിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളുടെ പയറിൻ്റെ വിളവെടുപ്പാണ്. ഓക്കെ, കുഴപ്പമില്ല. പയറിൻ്റെ വിളവെടുപ്പാണ്. അപ്പോൾ നമുക്ക് അർക്കമംഗള ഇനത്തിൽപ്പെട്ട പയറാണ് നമ്മൾ കൃഷി ചെയ്തത്. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്നത് അർക്കമംഗളയിലാണ്. അപ്പോൾ നമ്മുടെ കൃഷി രീതികളൊക്കെ നമ്മൾ പലപ്പോഴും പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം വരമ്പെടുത്തു, കുമ്മായം എടുത്തതിന് ശേഷം കോഴിവളം കൊടുത്തു, അതിപ്പോൾ ചാണകപ്പൊടി കൊടുത്തു, വേപ്പമണ്ണാക്കിട്ടു. അതിനുശേഷം നമ്മൾ മണ്ണിട്ട് മൂടിയതിന് ശേഷം ട്രിപ്പ് ലൈൻ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഷീറ്റിട്ടു. ഷീറ്റിന് ഓരോ ട്രിപ്പ് ലൈനും 40 സെൻറ്റിമീറ്റർ അകലത്ത് ഹോളുണ്ട്. ആ ഹോളിനനുസരിച്ചുള്ള പയറിൻ്റെ വിത്തുകൾ നട്ടു. അങ്ങനെ നട്ട് വിളവെടുത്താണ്. ഇപ്പോൾ നമ്മൾ ദിവസവും വിളവെടുക്കും. ദിവസവും വിളവെടുക്കുമ്പോൾ ഏകദേശം ഒരു 50 കിലോളം പയർ നമുക്ക് ലഭിക്കും. 50 കിലോ പയറെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1 കിലോ പയറിന് നമുക്ക് ഏകദേശം 60 രൂപ കിട്ടും. അപ്പോൾ 3000 രൂപയുടെ വിളവ് നമുക്ക് ദിവസവും കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു പയർ കൃഷിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പയർ കൃഷി ആദായകരമാക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, ഒരുപാട് ജോലികളുണ്ട്. ആ ജോലികളെല്ലാം നമ്മൾ നന്നായി എന്തിനാണ് തുടങ്ങിയത്? പിന്നെ ഉണ്ടല്ലോ, പ്രധാനമായും ചാഴിയാണ് നമ്മുടെ പയറിൻ്റെ ഏറ്റവും വലിയ ശല്യം. ചാഴിയെ നിയന്ത്രിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു മാർഗം എന്ന് പറയുന്നത്, നമ്മൾ 1 കിലോ ഉണക്ക മത്തി വാങ്ങിച്ചു. ആ ഉണക്ക മത്തി 5 ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട് ഒരു ദിവസം ഇട്ടിട്ട് 24 മണിക്കൂർ ശേഷം എടുത്തു. ആ 24 മണിക്കൂർ ശേഷം ആ ഉണക്ക മത്തി പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് 100 ഗ്രാം വേപ്പെണ്ണ കൂടി ചേർത്തുകൊണ്ട് നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്തു. അപ്പോൾ 100 ഗ്രാം വേപ്പെണ്ണ ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ബാർ സോപ്പിട്ട് അതൊന്ന് ലയിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിന് മികച്ച ഒരു വളത്തിൻ്റെ ഒരു ഗുണം ലഭിക്കുള്ളൂ. അല്ലെങ്കിൽ അത് സ്പ്രെഡ് ആകുള്ളൂ, ലയിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ലയിപ്പിച്ച സത്ത് നമ്മൾ ഇലയിൽ തളിച്ചപ്പോൾ ഈ ഇതിൻ്റെ മണം, അതിൻ്റെ ഗന്ധം ഭയങ്കര രൂക്ഷമാണ്. ആ ഗന്ധം രൂക്ഷമായതുകൊണ്ട് ആ ഗന്ധത്തെ കഴിച്ചൊക്കെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഈ ചാഴിക്ക്. അപ്പോൾ ചാഴിയെല്ലാം അകന്നു പോയി. അങ്ങനെ എല്ലാ ആഴ്ചയും കൃത്യമായിട്ട് ഇത് വളപ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചാഴി ശല്യം ഒരുപാട് നിയന്ത്രിച്ചെത്താൻ കഴിയും. അപ്പോൾ ആ ഒരു വിശേഷമാണ് നമുക്ക് ഈ വീഡിയോയിൽ പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എന്നുകൂടി അഭ്യർത്ഥനയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ.